إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ടും ശരിയായ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണം എന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം പഠിപ്പിക്കുന്ന മഹത്തായ സ്വഭാവത്തിൽപ്പെട്ടതാണ്, സംസ്കാരത്തിൽപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതിൽ നിന്നെല്ലാം മറ്റുള്ളവർക്ക് കൂടി നൽകുക, മറ്റുള്ളവരുമായി പങ്കുവെക്കുക, സമൂഹത്തിൽ ബുദ്ധിമുട്ടുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന ആളുകളെ നമ്മെക്കൊണ്ട് സാധിക്കുന്ന രൂപത്തിൽ സഹായിക്കുക. ഈ വക കാര്യങ്ങളെല്ലാം തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല സദഖയുടെ പരിധിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അഥവാ ദാനധർമ്മത്തിന്റെ പരിധിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നു മാത്രമല്ല, ഇസ്ലാം ഒരു കാര്യം സദഖയായി പരിഗണിക്കുന്നത്, ദാനം പുണ്യകർമ്മമായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നത് പൂർണ്ണമായും അല്ലാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാ ലിഅഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ ഇല്ലാ ഇബ്തിഗാഅ വജ്ഹി റബ്ബിഹിൽ അഅ്ലാ വലസൗഫ യർളാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നരകത്തിൽ നിന്ന് അല്ലാഹു സംരക്ഷിക്കുന്നത് തഖ്വയോടുകൂടി ജീവിക്കുന്നവരാണ്. ആരാണവർ? അവർക്ക് അല്ലാഹു നൽകിയ സമ്പത്ത് പരിശുദ്ധി ഉദ്ദേശിച്ചുകൊണ്ട് അവർ ചെലവഴിക്കുന്നു. ഒരാൾക്കും അല്ലാഹുവിന്റെ അടുക്കൽ ഒരു പ്രത്യുപകാരവും അവകാശം എന്നുള്ള നിലക്ക് നേടിയെടുക്കുക സാധ്യമല്ല. എന്നാൽ ആരാണോ അത്യുന്നതനായ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, വലസൗഫ യർളാ, പിന്നീട് അവർക്ക് തൃപ്തിപ്പെടാം, അവർക്ക് സംതൃപ്തമായ ഒരു ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നതാണ്. പക്ഷേ അത്യുന്നതനായ അല്ലാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹു നൽകിയ ധനത്തിൽ നിന്ന് അവർ ചെലവഴിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഈ നിലക്ക് പ്രത്യുപകാരം മനുഷ്യരിൽ നിന്ന് പ്രതീക്ഷിക്കാതെ, ഭൗതികമായ യാതൊരു നേട്ടങ്ങളും ഉദ്ദേശിക്കാതെ അല്ലാഹു നൽകിയിട്ടുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് നൽകിക്കൊണ്ട് അവരെ സഹായിക്കുന്ന അതുല്യമായ പ്രവർത്തനത്തിന്റെ പേരാണ് സ്വദഖ എന്ന് നമ്മൾ മനസ്സിലാക്കണം. പലരും ധരിച്ചത് ധനം മാത്രം നൽകുന്നതിനാണ് സ്വദഖ എന്ന് പറയുക എന്നാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കി തരുന്നത്, കുല്ലു മഅറൂഫിൻ സ്വദഖ, എല്ലാ നന്മകളും സ്വദഖയാണ്, നല്ലതായി നിങ്ങൾ ചെയ്യുന്ന യാതൊന്നും സ്വദഖയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നു. എന്തിനാണത്? നമുക്കതിന്റെ ഒരു വിശാലതയും വ്യാപ്തിയും മനസ്സിലാക്കി തരാൻ വേണ്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅദിലു ബൈന സ്നൈനി സ്വദഖ. രണ്ടാളുകൾ തമ്മിൽ പിണങ്ങി, അല്ലെങ്കിൽ അവർ തമ്മിൽ ഏതെങ്കിലും നിലക്ക് സമരത്തിലായി, അവർക്കിടയിൽ നീതിപൂർവം നീ വിധിക്കുകയും അവർക്കിടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുകയും ചെയ്യുന്നത്, നന്മയുണ്ടാക്കുന്നത് ഒരു സദഖയാണ്, ഒരു ധർമ്മമാണ്. നിന്നെ കൊണ്ട് അതാണ് കഴിയുന്നതെങ്കിൽ നീ അത് ചെയ്യണം. രണ്ടാളുകൾ തമ്മിൽ രഞ്ജിപ്പുണ്ടാക്കുവാൻ, സുൽഹുണ്ടാക്കുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ അതൊരു സദഖയാണ്, ധർമ്മമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വതുഈനു الرجل في دابته فتحمله عليها ഔ തർഫഉ ലഹു മതാഅഹു അലൈഹാ സദഖ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു മനുഷ്യനെ വാഹനത്തിൽ കയറാൻ സഹായിക്കുന്നത് സദഖയാണ്. ഇനി അയാളുടെ കയ്യിൽ ലഗേജ് ഉണ്ടെങ്കിൽ ആ ലഗേജ് വാഹനത്തിലേക്ക് എടുത്തു വെച്ചു കൊടുക്കൽ സദഖയാണ്. ഒരു വേള നാമൊക്കെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന കാര്യമായിരിക്കാം. നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ വാഹനത്തിലേക്ക് കയറ്റുന്നു, അവരുടെ ലഗേജുകളെല്ലാം നമ്മൾ കാറിൽ വെച്ചു കൊടുക്കുന്നു, വാഹനത്തിൽ വെച്ചു കൊടുക്കുന്നു. അതിനെല്ലാം സദഖയുടെ പ്രതിഫലമാണ്, ദാനധർമ്മത്തിന്റെ പ്രതിഫലമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തീർന്നില്ല, വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, ഒരു നല്ല വാക്ക് പറയൽ സദഖയാണ്. ചിലരുടെ കയ്യിൽ ധനമുണ്ടാവില്ല, ശരീരം കൊണ്ട് അധ്വാനിക്കാനും കഴിയാത്തവരാണ് എന്ന് കരുതുക. നല്ല വാക്ക് പറയാൻ ആർക്കാണ് കഴിയാത്തത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു നല്ല വാക്ക് പറയൂ. നിങ്ങളുടെ വീട്ടുകാരോട്, നിങ്ങളുടെ കൂട്ടുകാരോട്, നിങ്ങളുടെ നാട്ടുകാരോട് ഒരു നല്ല വാക്ക് പറയൽ. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, അതൊരു സദഖയാണ്. വതുമീതുൽ അദാ അനി ത്വരീഖി സദഖ, നിങ്ങൾ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ എന്തെങ്കിലും ഒരു തടസ്സം വഴിയിൽ കണ്ടു, ജനങ്ങൾ നടന്നു പോകുന്ന വഴിയാണ്, അവിടെ ഒരു ബുദ്ധിമുട്ടുണ്ട്, ആ ബുദ്ധിമുട്ട് നിങ്ങൾ മാറ്റിയാൽ അതും സദഖയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ സദഖയുടെ ദാനധർമ്മത്തിന്റെ മേഖലകൾ വിശാലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മാത്രമല്ല, മറ്റൊരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, അള്ളാഹുവിന്റെ റസൂലെ, അള്ളാഹുവിന് ആരെയാണ് കൂടുതൽ ഇഷ്ടം? അതേപോലെ തന്നെ അള്ളാഹുവിന് ഏതൊക്കെ പ്രവർത്തനങ്ങളാണ് കൂടുതൽ ഇഷ്ടം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകിയ മറുപടി, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം, ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ആരാണോ ചെയ്യുന്നത് അവരെയാണ്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം അൻഫഉഹും ലിന്നാസ്, ഏറ്റവും കൂടുതൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടണം ഒരാൾ. നാം ജീവിക്കുമ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ളവർക്ക് നാം ഉപകാരപ്പെടണം. അങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്തു കൊടുക്കുന്നത് അതിന്റെ തോത് എത്രയാണോ അത്രമാത്രം അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ പ്രിയപ്പെട്ടവനായി തീരുകയാണ് ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ഏറ്റവും നല്ല കർമ്മങ്ങൾ ഏതാണ് എന്ന ചോദ്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മറുപടി, സുറൂറുൻ തുദ്ഖിലുഹു അലാ മുസ്ലിമിൻ ഔ തക്ഷിഫ അൻഹു ഖുർബ ഔ തത്റുദ അൻഹു ജൂഅ ഔ തഖ്ദി അൻഹു ദൈന. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഒരു മുസ്ലിമിനെ നീ സന്തോഷിപ്പിക്കലാണ്, അവന്റെ ഹൃദയത്തിലേക്ക് സന്തോഷം നൽകുന്ന ഒരു വാക്ക് നീ പറയലാണ്, അല്ലെങ്കിൽ ഒരു കാര്യം അയാൾക്ക് ചെയ്തു കൊടുക്കലാണ്, അല്ലെങ്കിൽ അയാൾ വല്ല കടബാധ്യതയുമുള്ള ആളാണെങ്കിൽ അയാളുടെ കടം വീട്ടാൻ സഹായിക്കലാണ്, അല്ലെങ്കിൽ അയാൾ പട്ടിണി കിടക്കുന്ന ആളാണെങ്കിൽ വിശപ്പ് മാറ്റാൻ വേണ്ടി ഭക്ഷണം നൽകലാണ്. അതേപോലെ തന്നെ മറ്റ് എന്തൊരു പ്രയാസത്തിലാണോ അയാൾ ഉള്ളത് ആ പ്രയാസം നീ നീക്കി കൊടുത്താൽ ഇതൊക്കെ അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട പ്രവർത്തനങ്ങളാണ്. പല ആളുകളും കരുതിയിട്ടുള്ളത് നമസ്കാരം, നോമ്പ്, അതേപോലെയുള്ള കാര്യങ്ങൾ അത് മാത്രമാണ് മഹത്തരമായിട്ടുള്ളത് എന്നാണ്. എന്നാൽ അതൊക്കെ മഹത്തരം തന്നെയാണ്. എന്നാൽ തത്തുല്യമായി തന്നെ മനുഷ്യന്റെ നന്മയായി അള്ളാഹു പരിഗണിക്കുന്ന കാര്യം എന്നുള്ളത് സമൂഹത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്, ചുറ്റിലുമുള്ളവരെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. തന്റെ കൈകൾ കൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും വാക്കുകൊണ്ടും മാക്സിമം മറ്റുള്ള ആളുകൾക്ക് നന്മകൾ നൽകുക എന്നുള്ളത് അതൊക്കെ മഹനീയമായ ഇബാദത്തുകളായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമൂഹത്തിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോൾ അവർ കിണറിൽ നിന്ന് വെള്ളം കോരുകയാണ്. എന്നിട്ട് സാധിക്കുന്നത്ര ആളുകൾക്ക് ആ വെള്ളം വിതരണം ചെയ്യുന്നത് അള്ളാഹുവിന്റെ റസൂൽ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഞാൻ ഇവിടെ ഇറങ്ങിയിട്ട് അതിന്റെ കയറ് പിടിച്ചാൽ നിങ്ങൾ എല്ലാവരും തിരക്ക് കൂട്ടുന്നതിനെ ഞാൻ ഭയപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ കൂടുമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കൂ, ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ളവരെ സഹായിക്കുക, അവർക്ക് വെള്ളം നൽകുക, അവർക്ക് ഭക്ഷണം നൽകുക, അതിൽ സഹകരിക്കുക. അങ്ങനെ സഹകരിച്ചുകൊണ്ട് ആളുകൾക്ക് നന്മകൾ ചെയ്തു കൊടുക്കുക, അതൊക്കെ നല്ല പ്രവർത്തനങ്ങളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സദഖയുടെ വാതിലുകൾ വിശാലമാണ് എന്ന് മനസ്സിലാക്കി ആ മേഖലകളിലെല്ലാം നമ്മൾ ഇറങ്ങി പുറപ്പെടണം. അതിൽ വളരെ പ്രധാനപ്പെട്ടതായി പണ്ഡിതന്മാർ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം, മറ്റുള്ളവർക്ക് ജീവൻ നൽകുന്ന വിഷയങ്ങളിലുള്ള ധർമ്മങ്ങൾ, ദാനങ്ങൾ വളരെ നല്ലതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ഒരു മനുഷ്യൻ ആരാണോ ജീവൻ നൽകുന്നത് അല്ലെങ്കിൽ ജീവിതം നൽകുന്നത് സകല മനുഷ്യർക്കും ജീവിതം നൽകുന്നത് പോലെയാണ്. അതുകൊണ്ട് ചില ഉലമാക്കൾ പറഞ്ഞു, രക്തദാനം, നാം നൽകുന്ന രക്തത്തിലൂടെ മറ്റൊരാൾക്ക് ജീവിതവും ജീവനും ലഭിക്കുന്നുണ്ടെങ്കിൽ രക്തദാനം മഹനീയമായ ദാനമാണ്.
തത്തുല്യമായി ഇസ്ലാമിക ശരീഅത്ത് അനുവദിക്കുന്ന സ്വന്തം ശരീരത്തിന് അപകടമുണ്ടാക്കാത്ത രൂപത്തിലുള്ള ദാനങ്ങൾ അത് ശരീരത്തിൽ നിന്നാണെങ്കിൽ പോലും അത് പുണ്യകരമായ കാര്യമാണ് എന്ന് ഉലമാക്കൾ പഠിപ്പിക്കുന്നു. പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട്, നമ്മുടെ ശരീരത്തെ അപകടപ്പെടുത്തിക്കൊണ്ടായിരിക്കരുത് എന്ന് മാത്രം. അതേപോലെ തന്നെ ദാനധർമ്മത്തിന്റെ മറ്റൊരു മേഖലയാണ് നിലനിൽക്കുന്ന സദഖകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആദമിന്റെ മക്കൾ മരണപ്പെട്ടാൽ അവരുടെ അമലുകളെല്ലാം മുറിഞ്ഞു പോകും, അതിൽ 3 കാര്യങ്ങൾ ഒഴികെ. അതിലൊന്ന് പ്രവാചകൻ പറഞ്ഞത് സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന സദഖയാണ്. എന്നും അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഉപകാരം നിങ്ങളുടെ മരണശേഷവും ആരൊക്കെ എടുക്കുന്നുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലം ലഭിക്കുന്നതാണ്. ആ നിലക്കുള്ള സദഖകൾ, വഖഫുകൾ എല്ലാം ഇസ്ലാം പഠിപ്പിക്കുന്ന വിശാലമായ സദഖയുടെ പരിധിയിൽ വരുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത്തരം നന്മകളിൽ മുന്നേറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലദീ ഹദാനാ لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സദഖ ചെയ്യുമ്പോൾ അതിലേക്ക് പ്രോത്സാഹനം നൽകുന്ന, അത് ചെയ്യാതിരിക്കുന്ന വിഷയത്തെ നിരുത്സാഹപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ചില തത്വങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ യാതൊന്ന് ചെലവഴിച്ചാലും അത് നഷ്ടപ്പെട്ടു പോയി എന്നൊരിക്കലും കരുതരുത്, മറിച്ച് അല്ലാഹു അവിടെ അത് പകരം വെച്ച് തരും. വമാ അൻഫഖതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു വഹുവ ഖൈറുർ റാസിഖീൻ. നിങ്ങൾ എന്തൊന്ന് ചെലവഴിച്ചാലും അല്ലാഹു അവിടെ പകരം വെക്കും. അള്ളാഹു ഏറ്റവും നന്നായി നൽകുന്നവനാണ്. അതുകൊണ്ട് വല്ലതും കൊടുത്താൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് കരുതരുത്. അള്ളാഹു അവിടെ പകരം വെക്കും എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല വാഗ്ദാനം നൽകുകയാണ്. മറ്റൊരിടത്ത് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, ഈ പകരം വെക്കൽ എങ്ങനെയാണ്? കമസലി ഹബ്ബത്തിൻ അംബതത് സബഅ സനാബിൽ ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ. ഒരു ധാന്യത്തിൽ നിന്ന് 7 കതിരുകൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു, ഓരോ കതിരിലും 100 ധാന്യമണികൾ. അപ്പോൾ ഒരു ധാന്യമണിയിൽ നിന്ന് എത്ര ധാന്യമണി ഉണ്ടായി? 700 ഉണ്ടായി. എന്നതുപോലെ ഒരു ദിർഹമിന് 700 ഇരട്ടി പ്രതിഫലം, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ. വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇരട്ടി ഇരട്ടിയായി നൽകുന്നു. അപ്പോൾ അള്ളാഹു പകരം വെക്കുന്നത് എന്താണോ നാം നൽകിയത് അത് മാത്രമല്ല, മറിച്ച് അതിന്റെ 700 ഇരട്ടിയോ അതിനേക്കാൾ കൂടുതലോ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പകരം വെക്കുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നു. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, പിശുക്ക് കാണിക്കുന്നവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്നാണ്. ഖുർആനിൽ പലയിടങ്ങളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വമൻ യൂഖ ശുഹ നഫ്സിഹി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത് അവർ മാത്രമാണ് വിജയികൾ എന്നാണ്. എന്ന് പറഞ്ഞാൽ പിശുക്കന്മാർക്ക് വിജയിക്കാൻ കഴിയില്ല. മനസ്സിന്റെ പിശുക്കിൽ നിന്ന് രക്ഷപ്പെടുകയും ദാനധർമ്മങ്ങളിൽ വ്യാപൃതരാവുകയും ചെയ്യുന്ന ആളുകളാരോ അവർക്കാണ് വിജയിക്കാൻ കഴിയുന്നത്. തങ്ങളുടെ സൗകര്യങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പരിഗണന നൽകുന്നതാരോ അവർക്കാണ് വിജയിക്കാൻ കഴിയുന്നത് എന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. ഈ തത്വങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച മാർഗങ്ങളിലൊക്കെ നാം ധനം ചെലവഴിക്കുക, റബ്ബിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിക്കുക. അങ്ങനെ മനുഷ്യർക്ക് ഉപകാരമുള്ള ആളുകളായി നമ്മൾ മാറുക, അതിലൂടെ അല്ലാഹുവിലേക്ക് പ്രിയപ്പെട്ടവരായി നമ്മൾ മാറുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك. اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين. اللهم أغثنا اللهم أغثنا اللهم أغثنا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.